പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 10-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 24-ാം തീയതി കുജവാരം മംഗളവാരം അഥവാ ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ചൊവ്വാഴ്ച സൂര്യോദയം കാലത്ത് 6:09 അസ്തമയം വൈകിട്ട് 6:46 നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാകുന്നു. മറ്റന്നാൾ അമാവാസിയാണ്. അതിനാൽ പിതൃതർപ്പണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ, പിതൃക്കളെ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നാളത്തെ ദിനം ഉപവാസമെടുത്ത് ഒരിക്കലെടുത്ത് മറ്റന്നാൾ കാലത്ത് തന്നെ പിതൃക്കളുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ്. അടുത്ത മാസം കർക്കിടക മാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം, ഏറ്റവും അധികം പ്രാധാന്യമുള്ള വാവുകൾ കർക്കിടകത്തിലെ വാവും തുലാമാസത്തിലെ വാവും അപ്രകാരം ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള കുംഭമാസത്തിലെ വാവുമാകുന്നു. പക്ഷെ മറ്റെല്ലാ കറുത്ത വാവ് അമാവാസി ദിനം ഇന്ന് ഹിന്ദുക്കൾ തങ്ങളുടെ പിതൃക്കളുടെ സന്തോഷത്തിനായി തിരുനെല്ലി തുടങ്ങിയ ദേവസങ്കേതങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവിടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുമുണ്ട്. അതിനാൽ മറ്റന്നാളത്തെ ദിനം നിങ്ങൾക്ക് നാളെ എല്ലാ പൈതൃകപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താവുന്നതാണ്. നാളത്തെ തിഥി ഞാൻ പറഞ്ഞു, ചതുർദശി തിഥിയാണ്. ഒരു ശുഭകാര്യങ്ങളും നാം ചതുർദശി തിഥിയിൽ ചെയ്യാറില്ല. അമാവാസിയുടെ തലേ ദിവസമാണ്. നാളത്തെ നക്ഷത്രം പക്ഷേ നല്ലൊരു നക്ഷത്രമാകുന്നു, രോഹിണി നക്ഷത്രമാകുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിവരെ രോഹിണി നക്ഷത്രവും 1 മണിക്ക് ശേഷം മകീരം നക്ഷത്രവുമാകുന്നു. കാലത്ത് നിങ്ങൾക്ക് ചൊവ്വാഴ്ചയാണ്, രോഹിണി നക്ഷത്രമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സന്ദർശനം നടത്താം. വൈകിട്ട് മകീരം നക്ഷത്രവും ചൊവ്വാഴ്ചയുമാകുമ്പോൾ ഭദ്രകാളി വിധാനമായ ക്ഷേത്ര സങ്കേതങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്, പുരുഷ രാശിയിലാണ്. അപ്രകാരം നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന സുബ്രഹ്മണ്യ മന്ത്രം നാളെ ജപിക്കുന്നതും ത്രിമധുരം പഞ്ചാമൃതം ഭഗവാന് സമർപ്പിക്കുന്നതും സന്താന ശ്രേയസ്സിനും അവരുടെ പഠനാദി വിഷയങ്ങൾക്കും വളരെയധികം ഉപകരിക്കും. കാലത്ത് ഭദ്രകാളി സങ്കേതത്തിലാണെങ്കിൽ ഭദ്രകാളി മന്ത്രം രക്തപുഷ്പാഞ്ജലി കടുംബായസം വഴിപാടായി ദേവിക്ക് സമർപ്പിക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന മന്ത്രവും വളരെയധികം ഉപകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നാളെ വിശേഷിച്ച് മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നില്ല. നന്ദി, നമസ്കാരം.